ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ ഇന്ത്യ, ഇസ്രായേൽ, അമേരിക്ക, യൂറോപ്പ് പല രാജ്യങ്ങളുമായിട്ടും പല കരാറുകളും ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിനെല്ലാം ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഗുണമില്ല എന്ന കാരണത്തിൽ അവിടെ നിന്ന് ഒന്നും നേടാനില്ല. അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാങ്കേതികവിദ്യ കിട്ടും. അതുപോലെ തന്നെ അമേരിക്ക, വെനസ്വല, ഇറാൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുമ്പോൾ അത് അവർ പ്രശ്നത്തിലാക്കുന്നു. എന്താണ് കാരണം? അമേരിക്കൻ ലോബിയുടെ എണ്ണ നമുക്ക് വാങ്ങേണ്ട ശക്തമായ സമ്മർദ്ദം അവർ ചെലുത്തും. അപ്പോൾ എണ്ണ റഷ്യയിൽ നിന്നും, അതുപോലെ തന്നെ ഇറാനിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറാനിൽ നിന്ന് കിട്ടൂല. അതുപോലെ തന്നെ വെനസ്വല ഇപ്പോൾ അമേരിക്ക കൈയടക്കി. അപ്പോൾ ഇന്ത്യക്ക് വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയും ഇസ്രായേലുമായി അടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ റഷ്യൻ എണ്ണ മാത്രം ആശ്രയിച്ചാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ യൂറോപ്യൻ, ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ യൂറോപ്പുമായിട്ട് ബിസിനസ് ആരംഭിക്കുക. നമുക്ക് അവിടെ നിന്ന് വില കുറച്ച് ഇവിടെ നിന്ന് വില കൂട്ടി പല ഐറ്റംസ് നമുക്ക് അയക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു വളർച്ച ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത്. അതുപോലെ തന്നെ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങളുണ്ടാകും. ഈ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് എണ്ണയും അത്യാധുനിക സാങ്കേതികവിദ്യ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പുതിയ കരാറുകളൊക്കെ ഒപ്പിടുന്നത്. ലോകത്തിപ്പോൾ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് ശക്തി നൽകണമെങ്കിൽ മാറ്റം അനിവാര്യമാണ്.